ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും കോടതിയിലെത്തിച്ചു. പ്രതികളെ കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കിയത്. ഇരുവരെയും SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 2 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുക. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിലും ഇന്ന് വിധി പറയും. ലിജോ റോളൻസ് ആണ് ചേരുന്നത്. ലിജോ, ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇനിയും എന്താണ് ഇവരിൽ നിന്ന് അറിയാൻ SITക്കുള്ളത്? നൗഫൽ, റിമാൻഡിലായിരുന്ന 2 പ്രതികളെയാണ് അല്പസമയം മുൻപ് കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം പറയുന്നത് ഇതാണ്. കാര്യം, ഈ 2 കേസുകളിലും ഇരുവരും പ്രതികളാണ്. ഓരോ കേസിലാണ് ഒരാളെ വാങ്ങുന്നത് കട്ടിളപ്പാളി കേസിലും മറ്റൊരാളെ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലുമാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. മുരാരി ബാബു പറഞ്ഞിരിക്കുന്നത് തനിക്കിതുമായി ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ആ ഒരു ബോർഡിന്റെ തീരുമാനം നടപ്പിലാക്കുക എന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരിട്ട്, അതായത് ഈ സ്വർണ്ണപ്പാളി മാറ്റി അത് ചെമ്പെന്നുള്ളത് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഉൾപ്പെടെ മുരാരി ബാബുവിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. പലരുടെ മൊഴികൾ കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ രണ്ടാമത് കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ആ മൊഴികളുമായി ബന്ധപ്പെട്ടുള്ള ചില പൊരുത്തക്കേടുകൾ കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കുന്നതിനും അതിന് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുമാണ് പ്രതികൾ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത് എന്നുള്ളൊരു കാര്യമാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരുപക്ഷെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി പോലും ചോദ്യം ചെയ്യുന്നുണ്ടാകും. 2 ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 2 ദിവസത്തേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇവരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അവിടെ വച്ചായും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇരുവരുടെയും റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി കൊല്ലം വിജിലൻസ് കോടതി നീട്ടിയിരിക്കുന്നത്. ഇന്ന് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുണ്ടായിരുന്ന സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജിയിലും ഇന്ന് വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 5 or 6 ജാമ്യാപേക്ഷകൾ വന്നതിൽ ഒരെണ്ണത്തിൽ പോലും ഇതുവരെ ജാമ്യം നൽകുകയും ചെയ്തിട്ടില്ല. നൌഫൽ, ലിജോ, ഈ അന്വേഷണത്തിന്റെ സമയപരിധി കോടതി നീട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മറ്റു അറസ്റ്റുകളിലേക്ക്, അതായത് മുകൾ തട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളൊരു വിമർശനം UDFന്റെ ഭാഗത്തൊക്കെ ഉയരുന്നുണ്ട്. ആ വിമർശനത്തിൽ എത്രത്തോളം കാര്യമുണ്ട്? അന്വേഷണ സംഘം അത്തരത്തിൽ അക്കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം പറയുന്നില്ല എങ്കിൽ പോലും പത്മകുമാറിനെ ആദ്യം ഒറ്റ കേസിലായിരുന്നു അറസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമതാണ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിലും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പത്മകുമാർ നൽകിയ മൊഴികളെല്ലാം തന്നെ താൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു കാര്യമാണ്. അവിടെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പത്മകുമാർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പത്മകുമാർ നൽകിയ, അതായത് സ്വർണ്ണപ്പാളി ഇത്തരത്തിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി നൽകുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയത് എവിടെ നിന്നാണ്, അത്തരത്തിലേക്ക് ഒരു കത്ത് വന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പത്മകുമാർ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ ഒരു ഉത്തരം വന്നു കഴിഞ്ഞാൽ നേരത്തേക്ക് തന്നെ പുറത്തു വന്ന മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വന്നത് ആ മന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരുന്നു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു മൊഴി, കാര്യം ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു മുൻ മന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ കടന്നു ചെല്ലുക അല്ലെങ്കിൽ പിടികൂടുക എന്ന് പറയുമ്പോൾ അത് വലിയ രാഷ്ട്രീയമായ നീക്കങ്ങളിലേക്ക് പോകേണ്ട ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് വ്യക്തമായ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരെയും, അതായത് ഇതിലെ 1ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടും ഈ അന്നത്തെ മന്ത്രിക്ക് അടുത്ത ബന്ധമുള്ള കാര്യം പറയുന്നുണ്ട്. മുരാരി ബാബുവിന്റെ കാര്യവും സമാന അവസ്ഥയോട് ഒരു ഉദ്യോഗസ്ഥനായിരുന്നിട്ട് പോലും വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യമൊക്കെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ കൂടി ശേഖരിച്ചിട്ടായിരിക്കും തുടർന്നുള്ള അറസ്റ്റുകളിലേക്ക് പോകേണ്ടത്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ കമ്മീഷണർ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ അറസ്റ്റിലുള്ളത്, കസ്റ്റഡിയിലുള്ളത്. പക്ഷേ ഇനി പോകുമ്പോൾ അത് രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി നീണ്ടുപോകുന്നു. അതുകൊണ്ടാണ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം മതി അത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കടക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്.